ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ചു നോക്കിയാലോ. ഈശോ കൂടെയുണ്ട്. ഈശോ ഇല്ലാത്ത ആളുകൾ മഹാദരിദ്രരായി കാണപ്പെടും. ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈശോ കൂടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൂടി നമ്മൾക്ക് ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഈശോ കൂടെയുണ്ടെങ്കിൽ എല്ലാം നന്മയായി വരും. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മർത്ത തൻ്റെ സഹോദരിയായ മറിയയോട് പറഞ്ഞു, ഗുരു ഇതാ വന്നിരിക്കുന്നു, നിന്നെ വിളിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം വഴി മർത്തായുടെയും മറിയത്തിൻ്റെയും കണ്ണീർ സന്തോഷമായി മാറി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11:28 നാം ഇക്കാര്യം വായിക്കുന്നുണ്ട്. നിനക്ക് ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും ഈശോ നഷ്ടപ്പെടാൻ ഇടയാകരുത്. ഈശോയെ കൂടാതെ ജീവിച്ചാൽ ഒരിക്കലും നിനക്ക് സംതൃപ്തി ഉണ്ടാകാൻ പോകുന്നില്ല. ഈശോ ഇല്ലാത്ത ആളുകൾ മഹാദരിദ്രരായി കാണപ്പെടും. അവരുടെ വായിൽ നിന്ന് എപ്പോഴും വരുന്ന വാക്കുകൾ ഇല്ല, പോരാ, കടം ഇതുപോലുള്ളവയായിരിക്കും. ഈശോ നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഏറ്റവും മഹത്തായ ജ്ഞാനം. നീ വിനീതനും ശാന്തനും പാപം ഉപേക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തിയുമാണെങ്കിൽ ഈശോ തീർച്ചയായും നിൻ്റെ കൂടെ ഉണ്ട്. ഇക്കാര്യം നീ സംശയിക്കേണ്ടതില്ല. ലോകം മുഴുവൻ നിനക്ക് ശത്രുവായി മാറുന്നതാണ് നീ ഈശോയെ ദ്രോഹിച്ച് ഈശോയിൽ നിന്നും അകലെ പോകുന്നതിനേക്കാൾ നല്ലത്. ഈശോയെ പ്രതി എല്ലാവരെയും സ്നേഹിക്കുക. ഈശോയെ പ്രതി സ്നേഹിക്കുക. ഈശോയെ നീ സ്നേഹിക്കേണ്ടത് ഈശോയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈശോയെ പ്രതി നീ നിൻ്റെ ശത്രുക്കളെയും മാനിക്കാൻ തയ്യാറാകണം. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യാതൊരു സൃഷ്ടവസ്തുവിനോടും തെറ്റായ സ്നേഹത്താൽ ബന്ധിക്കപ്പെടാതിരിക്കാനായി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിൻ്റെ ഹൃദയനൈർമല്യം നിനക്ക് നഷ്ടപ്പെടും. കർത്താവ് എത്ര മാധുര്യവാനാണെന്ന് നീ രുചിച്ചറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിൻ്റെ ഹൃദയം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഈശോയോടെ ഒന്നായി ചേരാനുള്ള കൃപയ്ക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുക. ഈശോ കൂടെയുണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ മറക്കരുത്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കടലും ശാന്തമാകാതിരുന്നിട്ടില്ല. അതെല്ലാം ക്രമേണ ശാന്തമായി മാറും. ചിലപ്പോൾ ഈശോ തൻ്റെ തിരുമുഖം നിന്നിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നത് പോലെ നിനക്ക് തോന്നിയേക്കാം. പക്ഷേ നീ നിരാശപ്പെടേണ്ട. നീ എത്രമാത്രം തീക്ഷ്ണതയോടെ ഈശോയെ അന്വേഷിക്കുന്നു എന്നറിയാനുള്ള ഒരു മാർഗമാണ് ഇത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതിന് എത്രയോ മുമ്പ് അങ്ങ് എന്നെ സ്നേഹിച്ചു തുടങ്ങി. അങ്ങയോടുള്ള സ്നേഹത്തിൽ വളരാനുള്ള കൃപ എനിക്ക് തരണമേ. ഈശോ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.